ആഷിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദിന് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മറുപടി കവിതയാണ്. നല്ല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തണലിലായി നമ്മൾ നിന്നിങ്ങനെ യാത്ര ചെയ്താൽ സുഖകരമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. ഉസ്താദ് പറഞ്ഞ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഉസ്താദിന്റെ പല യാത്രാ വീഡിയോകളിലും അല്ലെങ്കിൽ പല വീഡിയോകളിലുമായിട്ട് കണ്ടിട്ടുള്ളതാണ് സൗദി കൊണ്ടുവന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻസ്. ഈ ജബൽ നൂർ, ജബൽ സൗർ കയറുന്നത് മുതൽ അല്ലെങ്കിൽ യംലം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സൗദി കൊണ്ടുവന്നിട്ടുള്ള അവരുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് സൗദി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ അപ്ഡേഷൻസ് അല്ലെങ്കിൽ മാറ്റം, അതിനെയൊക്കെ എങ്ങനെയാണ് ഉസ്താദ് നോക്കിക്കാണുന്നത്? അൽഹംദുലില്ലാ, മക്കയിലും മദീനയിലും വരുന്ന ആളുകൾക്ക് വലിയ സന്തോഷവും സൗകര്യവും ആകുന്ന രൂപത്തിലാണ് വിഷൻ 2030 എന്നാണ് അവിടെ എല്ലാ ഫ്ലക്സുകളും യൂണിഫോമിൽ വരെ വന്നു. വലിയൊരു കുതിച്ചു ചാട്ടം ചരിത്രപരമായി നടത്തുകയാണ് സൗദി ഗവൺമെൻറ്. എന്തുകൊണ്ടും അത് പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേന്ദ്രമാണ് മക്കയും മദീനയും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് 53 വയസ്സ് വരെ വർഷം ജീവിച്ച മക്ക, പക്ഷേ അവസാനകാല 10 വർഷം ജീവിച്ച മദീന, ഇതിലെല്ലാം ഒരുപാട് ചരിത്രങ്ങൾ അതൊക്കെ ഇത്രയും കാലം ഒരു മറഞ്ഞു കിടക്കുകയായിരുന്നു. അതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന രൂപത്തിൽ ഒരു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രങ്ങളിലേക്കുള്ള ഒരു ഗ്രന്ഥങ്ങളിലും പഠനങ്ങളിലും ഉള്ളതിലേക്കൊരു തിരിച്ചുപോക്ക് നേർക്കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് മദീനയിൽ മസ്ജിദുൽ ഹമാമ, മസ്ജിദു അബൂബക്കർ സിദ്ദീഖ്, ഈ പള്ളിയൊക്കെ അവിടെ ചെന്ന് നിസ്കരിക്കാനും അവിടെ സിയാറത്ത് ചെയ്യാനും, അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത തോട്ടമായ സഖീഫത്തു ബനു സായിദ, ഇങ്ങനെയുള്ള മദീന വലിയ അലങ്കാരമായി വരികയാണ്. ആ ചരിത്രങ്ങളൊക്കെ പരമാവധി നിലനിർത്താനും ആ സ്മാരകങ്ങളൊക്കെ അതുപോലെ നിലനിർത്താനുള്ള ശ്രമം. മക്കയിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു. ഇപ്പോൾ ഈ അടുത്ത ആഴ്ച ജബലന്നൂർ മലമുകളിലേക്ക് കയറാൻ വളരെ പ്രയാസമായിരുന്നു. എന്ന് മാത്രമല്ല അവിടെ പലപ്പോഴും ഒരു കയറുന്ന സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കൊരു ഒരു പേടിയാണ്. ഇത് സമയത്തും ഒരു സുരക്ഷിതം ഇല്ല. അതേ സമയത്ത് ഇപ്പോൾ നല്ല ഒരു ഡിസ്ട്രിക്ട് ഒരു പ്രത്യേകമായ അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി റോഡ് മാർഗം ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. റോപ്പ് വേ ആണോ, ലിഫ്റ്റ് സംവിധാനമാണോ, അതേ എക്സ്കലേറ്റർ ആണോ, അതേപോലെ അവർ തന്നെ വാഹനത്തിൽ കൊണ്ട് ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. ഏതായാലും നല്ല പെർമിഷനോടെ പോകാൻ പറ്റുന്ന ഒരു രൂപമായി മാറിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ സൗറും ചരിത്ര സ്ഥലങ്ങളൊക്കെ ആയി വരുമെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സൗകര്യമാണ്. നിയമാനുസൃതമായി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ സന്തോഷവും സേഫ്റ്റിയാണ്. ഇപ്പം നമ്മളുടെ ഉംറ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മദീന ഉംറ ഗ്രൂപ്പിൽ യാത്ര ചെയ്ത് തിരിച്ചു വന്ന സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉസ്താദ് യാത്രകളിലും ഒരുപാട് സ്ഥലത്തേക്ക് ബസ്സിലും മറ്റ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദിൻ്റെ ബൈത്തുകളും കാര്യങ്ങളൊക്കെയാണ് ചെല്ലാറുള്ളത്. അതിലേക്ക് എങ്ങനെയാണ് ഒന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്? അൽഹംദുലില്ലാഹ്, നമ്മൾ ഏതൊരു കാലത്ത് ജീവിക്കുകയാണെങ്കിലും നമ്മുടെയൊക്കെ ലക്ഷ്യം പാരത്രികമായ വിജയമാണ്. അതിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ നല്ല ഒരു ഉസ്താദിനെ, ഒരു ഷെയ്ഖിനെ പിന്തുടരണം. അതീ പറഞ്ഞ മാതിരി നല്ല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തണലിലായി നമ്മൾ നിന്നിങ്ങനെ യാത്ര ചെയ്താൽ സുഖകരമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. അത് ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരുനാഥൻ തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരുപാട് ആലിമീങ്ങൾ, മശായിഖന്മാർ, സാദാത്തുക്കൾ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആഷിഖുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനാണ് കൊണ്ടൂർ ഉസ്താദ്. കൊണ്ടൂർ ഉസ്താദുമായി അവിടുത്തെ അവസാന ഒരു 3 വർഷക്കാലം കൂടെ നടന്ന ഒരു പരിചയമുണ്ട്. ഉസ്താദ് കൂടുതൽ സമയവും ഇഷ്കിലും മഹബത്തിലുമാണ്. എന്നാൽ അതുപോലെ ജീവിച്ച ഒരാളാണ്
പൊസോട്ട് തങ്ങൾ പാപ്പ, അവർ ഏത് സമയം കണ്ടാൽ ഉടനെ മൗലിദ്, മദ്ഹ്, ഖസീദത്തുൽ ബുർദ ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിപ്പിക്കലാണ്. ഞാൻ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് കൂടെ നടക്കുമ്പോൾ പലപ്പോഴും അറിയാം, കൊണ്ടൂർ പാടത്തിരുന്നു കൊണ്ട് ഒരിക്കൽ ഖസീദത്തുൽ ബുർദ ചെല്ലാൻ പറഞ്ഞു. കുറച്ചാളുകൾ മാത്രമുള്ളത് ചൊല്ലി, ഒരു തവണ ചൊല്ലി. എന്തോ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അമലാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോഴേക്കും കുറേ ആളുകൾ തടിച്ചുകൂടി, ഭക്ഷണം ഒരു ഭാഗത്ത് ഒരുക്കുന്നു. വീണ്ടും ചൊല്ലി ഒന്ന് പൂർത്തിയായപ്പോൾ വീണ്ടും ചൊല്ലാൻ പറഞ്ഞു. 160 വരികളുള്ള ഖസീദത്തുൽ ബുർദ മുഴുവനും ചൊല്ലി 2 തവണ. അപ്പോഴേക്കും ഭക്ഷണമായി. ഭക്ഷണമൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ പോകാൻ സമ്മതം ചോദിച്ച സമയത്ത് പറഞ്ഞു, നമുക്കെന്നാ ഒന്നും കൂടിയാണ് ചൊല്ലാല്ലേ ചോദിച്ചു. അങ്ങനെ ഒറ്റ ഇരിപ്പിൽ തന്നെ 3 തവണ ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പിന്നെ എങ്ങനെ ബൈത്തുകൾ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് കൂടുതലും ഇഷ്കും മഹബത്തും അതിങ്ങനെ അറിയാതെ പ്രകടിപ്പിക്കുകയാണ് ബൈത്തുകളായിട്ട്. ആ ബൈത്തുകൾ കുറേ കണ്ട് കേട്ട് ഹൃദയത്തിൽ തറച്ചത് കൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും ബൈത്തുകൾ, പ്രത്യേകിച്ചും മദീനയിലേക്ക്, അത് ചരിത്രപരമായും പൂർവികരൊക്കെ ചെയ്തിരുന്നതാണ്. ഹദിയത്തു സായിരീൻ ഇല അദ്ഇയത്തി അസ്ഹാബിൽ യമൻ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. യമൻ നിവാസികൾ മദീനയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയ പ്രസൻറ്റേഷൻ, ഹദിയ, സമ്മാനം എന്നിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, യമനിലെ ഹദർമൗത്തിലുള്ളവരാണല്ലോ കൂടുതൽ. അവരൊക്കെ കൊണ്ടുപോയ ബൈത്തുകൾ ഇതുപോലെ കവിതകളാണ്. അലാ യാ റസൂലല്ലാഹി ഇന്നാ ഖറാബത്തുൻ, ഓ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളൊരു കുടുംബക്കാരനാണ് എന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. അങ്ങനെ അഹമ്മദുൽ കബീദ് റിഫായി തങ്ങൾ ചെന്ന് ബൈത്ത് പാടിയിട്ടുണ്ട്. അതുപോലെ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, നമ്മളെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോകുമ്പോൾ സമ്മാനം വേണമല്ലോ. ആ സമ്മാനം സ്വലാത്തിനേക്കാളും വലിയൊരു സമ്മാനമില്ല. സ്വലാത്ത് കവിതയിലൂടെയുണ്ട്, അല്ലാതെയുണ്ട്. അപ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോകുക എന്നുള്ളത് പൂർവികരുടെ ഒരു പതിവാണ്. അത് നമ്മൾ കൂടെ നടന്ന് കേട്ട് പഠിച്ച ഒരാളാണ് കുണ്ടൂർ ഉസ്താദ്. അപ്പോൾ ആ കുണ്ടൂർ ഉസ്താദിൽ നിന്ന് നേരിട്ട് കിട്ടിയ കുറേ കവിതകൾ, അതല്ല ഏതൊരാളെ ഹൃദയത്തിൽ പെട്ടെന്ന് കയറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ മഹബത്ത് ഉണ്ടാക്കുന്ന വരികളാണ് ഷെയ്ഖുനാ കുണ്ടൂർ ഉസ്താദിൻ്റെ വരികൾ. ആ ബൈത്തുകൾ പലപ്പോഴും ഇങ്ങനെ കുറച്ച് ചെല്ലുമ്പോൾ ആളുകൾ പറയും, പിന്നെ ചിലപ്പോൾ ചെല്ലാൻ പറയും. ഇനി അന്ന് പറഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് പോകേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾ കുറേ സ്വലാത്ത് ചെല്ലണം, നമുക്കല്ലാതെ എന്താ ഉള്ളത്, അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പോകണമെന്ന് ബദറു സാദാത്ത് ഷെയ്ഖുന എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ആളുകൾക്കൊരു ഇംപ്രഷൻ, മദീനത്ത് പോകുമ്പോഴുള്ള ഒരു റാഹത്ത് എന്നുള്ള നിലക്കും ചെല്ലുന്നതാണ്. കുറേ വരികളുണ്ട്. അൽ ഖസായിദുൽ ഖാദിരിയ ഫി ഇൽഹാരിൽ മഹബത്തിൽ മുസ്തഫവിയ എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ കവിതകൾ സമാഹരിച്ചു. വഫാത്തിൻ്റെ ശേഷം പലരും പല ഭാഗത്തും എഴുതി കൊടുത്തത് സമാഹരിച്ചതാണ്. ആ ബൈത്ത് അവിടെ കൊണ്ടൂർ ഉസ്താദിൻ്റെ പേരുള്ള സ്ഥാപനം, ഗൗസിയ സ്ഥാപനത്തിലുണ്ടാവും ആ കിതാബ്. അതിലുണ്ടാവും മക്കയിലും മദീനയിലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ചെല്ലിയ ബൈത്തുകളാണ്. അതാണ് അധികവും നിങ്ങൾ പറഞ്ഞ പോലെ ചെല്ലാറുള്ളത്. അതെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. വലിയ രസം എന്താ വെച്ചാൽ പ്രായമുള്ള ഉമ്മാരൊക്കെ ഉണ്ടാവും. അവർ ഇതുവരെ ഹജ്ജിന് ഫർളല്ലേ എന്നുള്ള ആൾക്ക് വരികയായിരിക്കും. പോയി വന്നാലും ഉസ്താദിൻ്റെ ബൈത്തുകളായിരിക്കും അവരെ കൽബിലുണ്ടാകും. കൊണ്ടൂർ സൈൻ തിരിച്ച കഴിയും. അപ്പം അത് നമ്മളെ പല ഉമ്മമാരും മക്കളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചിട്ട് ഉസ്താദിനെ കൊണ്ട് ആ ബൈത്തൊന്ന് പാടിത്തരാൻ പറയാറുണ്ട്. അത് ഓർത്തു പോവാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ. ഏതായാലും കുറേ വരികളുണ്ട്. അതിൽ മക്ക നിന്ന് മദീനയിലേക്ക്, മക്കയിലെത്തിയ ഉടനെ ഉസ്താദ് അപ്പം ചൊല്ലിയൊരു ബൈത്തുണ്ട്. ഉസ്താദിൻ്റെ ബൈത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അറബി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, അറബി മലയാളം ഉണ്ടാവും, അങ്ങനെ തമിഴ് പല ഭാഷകളുണ്ടാവും. അതിൽപ്പെട്ട ഒരു വരിയാണ്: അത്ഭുതം കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ, അൽ അമീനായ മുത്ത് ആവേശത്തോടെ. മക്കയിലെത്തിയപ്പോൾ ഇത് നേരത്തെ എഴുതിണ്ടാക്കി പോകണമെന്നല്ല, അവിടെ മനസ്സിലൊരു പക്ഷെ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടാകാം. അവിടെ ചെന്ന ഉടനെ ഉസ്താദ് ചെല്ലുന്ന
പാട്ടാണ്. അത്ഭുതം കണ്ടു ഞങ്ങൾ സന്ദേശത്തോടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നാട്ടിലാണല്ലോ എന്ന നിലക്ക് അങ്ങനെ കുറേ. അതിനുശേഷം പിന്നെ അറബിയിലായിട്ട് അങ്ങനെ പാടുന്നുണ്ട്. അല്ലാഹു ജല്ല അസ്സ നഹ്മദു ദൗമാ അലൽ ഹിദായതി വ ഔലാനാ നിഅമാ. അത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ബാബുസലാം കണ്ടു, മറ്റേത് കണ്ടു, ഇവിടെ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അതിലേറ്റവും ഫേമസ് ആയ ഒരു ബൈത്തുനിന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്ത പോലെയാണ്. എല്ലാ ആഷിക്കീങ്ങളും മാതീയങ്ങളും മദ്ഹ് സാസിലൊക്കെ പാരാറുള്ള വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തൽ ഐനൈനി. അതിന്റെ ജവാബായി ചെല്ലാറുള്ളത് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. അത് പാടുന്നത് ചിലപ്പോൾ ഇപ്പോൾ പാടാറുണ്ട്, ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് അല്ലാഹ്. ഉസ്താദ് പാടിയത് ഈ രൂപത്തിലാണ്. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. അപ്പൊ ആരോ പറഞ്ഞു ഇത്രേ, ഉസ്താദല്ലേ വന്നെത്തിയിട്ടുള്ളൂ, ഞങ്ങൾ വന്നെത്തിയില്ലല്ലോ. എന്നാ നിങ്ങൾ ചെന്നെത്താന്നായിക്കളേ എന്ന് പറഞ്ഞു എന്ന് കേട്ടു. അപ്പൊ അങ്ങനെ അത് എല്ലാ കുട്ടികളെ മനസ്സിൽ ഇപ്പൊ തുടങ്ങിയാൽ മതി, ബാക്കിയുള്ള എല്ലാവരും ഏറ്റുചൊല്ലും. ഒരുപാട് വൈത്തുകളുണ്ട്. അലാ ഹബീബില്ലാഹ് ദൗമൻ യാസീൻ നബിയില്ലാഹ്. മദീനത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഈ പച്ച കുബ്ബ തകർക്കുന്ന ഒരാൾ പ്രസംഗിച്ചു. ഞങ്ങൾക്ക് അധികാരം കിട്ടിയ 2ാമത്തെ ദിവസം കുബ്ബ തകർക്കുമെന്ന് ഒരാൾ പ്രസംഗിച്ചു അത്രേ. ഉസ്താദിനോട് ഒരാൾ പറയാൻ. കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയൊരു പ്രസംഗമായിരുന്നത്. അതിനെതിരെ നമ്മളെ സുന്നി ആലിമീങ്ങളും എല്ലാവരും മുത്തുനബിയെ മഹബത്ത് വെക്കുന്നവരൊക്കെ അതിനെ വേദനയോടെ കണ്ടു, അതിനെ നന്നായി വിമർശിച്ചു. കാരണം ഇമാമിങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടായതാണ് കുബ്ബ, എന്നും ഇന്നലെ ഉണ്ടാക്കിയതല്ലല്ലോ. ആ കുബ്ബ പൊളിക്കും, എന്നിട്ടത് പള്ളിയാക്കും, റസൂലുള്ളാഹിന്റെ ഖബറെടുത്ത് പുറത്തേക്ക് ഇടുന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായി കാണുന്ന ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ്. അതേ സമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അസാധാരണ മനുഷ്യനാണ്. ആ ഒരു പ്രത്യേകതയോടെ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നതുപോലെ ആഷിഖുർ റസൂൽ കൊണ്ടൊരു ഉസ്താദിന് കേട്ടപ്പോൾ ഉസ്താദിന്റെ മറുപടി കവിതയാണ്, കവിതയിലൂടെയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചൊല്ലിയ വരിയാണത്. അത് തുടങ്ങി. പിന്നെ അങ്ങനെ മറുപടി കൊടുക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങളോടെ മഹത്വമുള്ള ഒരാളില്ല, അങ്ങനത്തെ ഒരാളെ കാണിച്ചു തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് മറുപടിയാണ്. ഹാത്തിയാ വഹാബി മമ്മിസില ഹമദ ലാലാ വലം തജീദാ അക്മല അബ്ഹാ വലൈൻ തലീദാ. കൊണ്ടരടോ വഹാബി, ആ പ്രവാചകനെ പോലുള്ള ഒരാളെ, അങ്ങനത്തെ ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. മറുപടിയാണ് പറഞ്ഞ് പിന്നെ നിർത്തുന്നില്ല. പിന്നെ ആ കുബ്ബനെ കുറിച്ചിട്ടാണ്. മദീന പറഞ്ഞ അവസാനിക്കൂല. ആശിക്യങ്ങൾക്ക് അങ്ങനെയാണ്. അങ്ങനെ പറയാൻ തുടങ്ങി. അവസാനം പറഞ്ഞു, നമുക്കൊക്കെ വലിയ സന്തോഷമുള്ളതാണ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, മദീന കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടുവന്നവർക്കൊക്കെ മുഴുവനും വല്ലാത്ത ആനന്ദം പകരുന്ന ഒരു വരിയാണ്. ശേഷം കൊണ്ടൂർ ഉസ്താദ് ചൊല്ലിയത് തോബാ ലിമൻ സാറ ഔ സാറ മൻ സാറ ഖൈറൽ വറാ സനദാ ഖദിർതവ മിൻ കഅസിഹി റശദാ. തോബാ, എന്തൊരു സന്തോഷമാണ്. ലിമൻ സാറ, ആ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്തവർ എത്ര വലിയ ഭാഗ്യമുള്ളവരാണ്. ഔ സാറ മൻസാറ, അല്ലെങ്കിൽ സിയാറത്ത് ചെയ്തവരെ സിയാറത്ത് ചെയ്തവർ എത്ര ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ നിബിതങ്ങളെ സിയാറത്ത് ചെയ്താൽ മനുഷ്യന് ഒരുപാട് ഭാഗ്യങ്ങൾ ലഭിച്ചവരായി, ഒരുപാട് പ്രത്യേകതയുള്ള മഹത്വങ്ങളുള്ളവരായി. ഔ സാറ മൻസാറ, അല്ലെങ്കിൽ സിയാറത്ത് ചെയ്തവർ സിയാറത്ത് ചെയ്തവർ,
ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ പോയി ആലിംഗനം ചെയ്യുന്നതും മുസാഫത്ത് ചെയ്യുന്നതും പണ്ടേ ഉള്ള ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അതങ്ങനെയുള്ള നല്ല കൽബിൽ തട്ടുന്ന വരികൾ വന്ധ്യരായ കൊണ്ടൂർ ഉസ്താദിൻ്റെ വരികളുണ്ട്. ബദർ സാദാത്ത് ഷെയ്ഖുന തങ്ങൾ ഉസ്താദിനോട് ശിഷ്യ ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? എന്തും ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ബിരുദന്മാർ നല്ല കുട്ടികൾ ഒരു ഉള്ളിൽ ഒതുക്കുന്ന ഒരു ചോദ്യം തുറന്നു ചോദിച്ചതാണ്. ഉടനെ ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇതാണ് ഒരു മുസ്ലിമായ ഒരു ആഷിഖായ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ അവിടെ പോയിട്ട് പാടിയത് മാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദ അല്ലാ യശുമ്മ മദസ്സമാനി ഗവാലിയ. 3-ാം ദിവസം നബിതങ്ങളുടെ വഫാത്തിൻ്റെ 3-ാമത്തെ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാടിയത്, ഈ മണ്ണ് വാസനിച്ചവരെക്കാൾ ഭാഗ്യമുള്ളവർ ആരാളുള്ളത്? ആരുമില്ല. അഹമ്മദിൻ്റെ മണ്ണ് വാസനിച്ചവരെക്കാളും ഭാഗ്യമുള്ളവരാരുമില്ല. അപ്പം ആ മണ്ണിലേക്ക് പോകുമ്പോൾ ആ ഹബീബായ തങ്ങളെ അവിടുത്തെ രാജാവിനെ പുകഴ്ത്തി പ്രശംസിച്ച് സ്വലാത്ത് ചൊല്ലി കൊണ്ടുപോകുക എന്നുള്ളത് അത് നമുക്ക് പഠിപ്പിച്ചു തന്ന ആഷിഖ്യങ്ങളാണ് വന്ധ്യരായ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ പാപ്പ. അതേപോലെ തന്നെ ആഷിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദ്, അവരെ ഒക്കെ ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. പൊസോട്ട് തങ്ങൾ ഒരിക്കൽ യാക്രമ ചെല്ലിപ്പിച്ചു. അങ്ങനെ ബൈത്തൊക്കെ ചെല്ലിപ്പിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞു, ഞങ്ങളോട് ഒരു നസീഹത്ത് എന്ന നിലക്ക് പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നമുക്ക് ചേർത്ത് പിടിക്കാം. അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരം അത് ശരിയാകണമെങ്കിൽ ഫർള് വേണം, ഷർത്ത് വേണം, സുന്നത്തുകൾ വേണം. എന്നാൽ തന്നെ അത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. അപ്പം അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ലാതെ ഒരു വലിയ അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അത് സ്വലാത്ത്. ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അവിടെ വേർക്കുണ്ടായി. അപ്പം അവരെ വരികളും അവരെ ഓർത്തുകൊണ്ടും പോകുമ്പോൾ അതൊരിക്കലും മറക്കാത്തൊരു യാത്രയാണ്. അങ്ങനത്തെ യാത്രയാണ്. ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ ഖലീൽ തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ തങ്ങൾ പാപ്പൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ അതാണ്. കവിത അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലി നബിതങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവിടെ എത്തുക എന്നുള്ളതാണ്. പലതും ഇന്ന് കാണുന്നത് എന്താ വെച്ചാൽ യാത്ര തുടങ്ങി സുബ്ഹാനല്ലദീ സഖറ ലനാ ചൊല്ലി പിന്നെ ഉറങ്ങുകയാണ്. ആ ഒരു രൂപത്തിൽ നിന്ന് മാറി അവിടുത്തെ ഇഷ്കും മഹബത്തും വെച്ച് മധുവും ആലപിച്ചു കൊണ്ട് പോകണം. അതാണ് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചത്. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പം തങ്ങൾ ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്രകളിലെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. അപ്പം ഉസ്താദിൻ്റെ കൂടെ മറ്റ് യാത്രകൾ, ഇപ്പം മക്ക മദീന അല്ലാതെയുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള യാത്ര, അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഏത് രീതിയിൽ? ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഉസ്താദിന് യാത്രക്ക് വല്ലാതെ കിട്ടുന്നില്ല. തിരക്ക് കൊണ്ടാണ്. നമ്മുടെ സ്ഥാപനത്തിന് വലിയ വലിയ ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ സുൽത്താനുൽ ഉലമ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അതിൻ്റെ ഈ കൂടുതൽ യാത്രകളുടെ തടസ്സങ്ങൾ അതൊക്കെ പലപ്പോഴും ഉസ്താദ് തന്നെ യാത്ര ചെയ്യേണ്ടി വരുന്നു. മുസ്ലിം ജമാഅത്തിൻ്റെ കാര്യം, സംഘടനകളുടെ കാര്യങ്ങൾ, വിദേശങ്ങളിലൊക്കെയുള്ള നമ്മുടെ RSC ICF, അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലെ മഹദീൻ കമ്മിറ്റികൾ, ഇതിൻ്റെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ പല യാത്രകളും, ഇപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് ഒരുപാട് ആവശ്യപ്പെട്ടൊരു മൊറോക്കോ യാത്ര, അതുപോലെയുള്ള പല യാത്രകൾ ഷെഡ്യൂൾ ചെയ്യാൻ, പക്ഷേ ഉസ്താദിന് തീരെ ഡേറ്റ് ലഭിക്കാത്ത അത്രയും തിരക്കായ ഒരു അവസ്ഥയിലാണ്. എന്നാലും അൽഹംദുലില്ലാ ഓർത്തു വെക്കാൻ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ഹളർ മൗത്തിലേക്കുള്ള യാത്ര. യമനിലേക്ക് സാധാരണ ടൂറിസ്റ്റുകൾക്കൊന്നും പോകാനുള്ള, ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള പെർമിഷൻ ഇല്ല. അതേ സമയത്ത് അവിടെ വർഷത്തിൽ നടക്കുന്ന മുൽത്തഖ, അതിലേക്കുള്ള സ്ഥിരം ക്ഷണിതാവായിരുന്നു ബദറു സാദാത്ത് ഷെയ്ഖുന തങ്ങൾ ഉസ്താദ്. ആ ഗസ്റ്റായുള്ള ക്ഷണിക്കുമ്പോൾ കൂടെ കുറച്ചാളുകൾക്കുള്ള വിസയും ലഭിക്കുന്നതിലൂടെ 2-3 വർഷത്തോളം ഇവിടുന്ന് പല ആളുകളെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു തവണ യാത്ര ചെയ്തത് മറക്കാനാകാത്ത വലിയൊരു അനുഭവമാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ യാത്രയിലാണ്, പ്രത്യേകിച്ച് റേഞ്ചില്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം ഉസ്താദിൻ്റെ കൂടെ. അത് ചിലപ്പോൾ
ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷെ നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒന്നാണ് ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്ര. എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു യാത്രയാണ് ഡമസ്കസിൽ നിന്ന് ജോർദാനിലേക്കുള്ള ഒരു ബസ് വഴിയുള്ള ഒരു യാത്ര. 10 മണിക്കൂറിലോളം യാത്ര ചെയ്യാനുണ്ട്. അന്ന് പ്രധാനമായി സിയാറത്ത് ചെയ്യാൻ ഉള്ളത് ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ അരിയിലേക്കാണ്. ഞങ്ങളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഒരിക്കലും ഉറക്കം എന്നത് ഉസ്താദിൻ്റെ അജണ്ടയിലേ ഇല്ല. അങ്ങനെ യാത്ര ആരംഭിച്ചു. ഫേസ് ടു ഫേസ്, മുഖാമുഖം എന്നൊരു പരിപാടി വെച്ചു. ആ യാത്രയിൽ നമ്മുടെ ചെന്നൈയിലെ ഷാബു ഹാജി, ജബ്ബാർ ഹാജി, അതുപോലെ ക്രിയേറ്റീവ് ട്രാവൽസിൻ്റെ കരീംക, അങ്ങനെ തുടങ്ങി ഒരുപാട് എഞ്ചിനീയർമാരും ഒരു പൈലറ്റ് അടക്കമുള്ള ഒരു യാത്രയാണ്. ഒരു ഫാമിലികളുണ്ട്. അതുപോലെ തിരൂർക്കാട് തങ്ങൾ, മറുഹു തലപ്പാറ തങ്ങൾ പാപ്പ, മറക്കാനാകാത്ത 2 തവണ ഹജ്ജിന് വന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹദീൻ സംഘത്തിൽ തന്നെ ഉംറക്കും ഹജ്ജിനും വരാൻ ആഗ്രഹിക്കുന്ന കുറേ സയ്യിദുമാരുണ്ട്. അതിൽപ്പെട്ടവരാണ് തങ്ങൾ പാപ്പയും വീത്താത്തിയുണ്ട്. അങ്ങനെയുള്ള നല്ല രസകരമായ ഒരു യാത്രയിൽ ഉസ്താദിനോട് എന്തും തുറന്നു ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ചെന്നൈയിലെ ഷാബുഹാജിയോ മൻസൂറാജിയോ ആണെന്ന് തോന്നുന്നു, ഒരു ചോദ്യം, നിങ്ങളെ ലക്ഷ്യം എന്താണ്? ഉസ്താദിനോടുള്ള യാത്ര, ഇതിപ്പോൾ നമ്മളെ ഈ ഹജ്ജുംറയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു അഭിമുഖം നടത്തുകയാണെങ്കിലും സത്യത്തിൽ എനിക്ക് ഉസ്താദുമായുള്ള യാത്ര മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സെഷനൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ്, അത്രയും അനുഭവങ്ങൾ ഉണ്ട്. യാത്രയിലാണല്ലോ ഒരു മനുഷ്യനെ കൂടുതൽ നമുക്ക് അടുത്തറിയാനും. പൊതുവേ നാട്ടിൽ ചെല്ലുണ്ട്, യാത്രയിലും സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ മനുഷ്യൻ്റെ തനി നിറയുള്ളൂ. എന്നാൽ ബദറു സാദാത്ത് ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഇൽമിൻ്റെ ആഴം, അവിടുത്തെ ഈ സ്ഥാപനങ്ങളിൽ അവിടുന്ന് കാണുന്ന കാഴ്ചപ്പാട്, ലക്ഷ്യം, അവിടുത്തെ ആഗ്രഹങ്ങൾ എല്ലാം തിരിച്ചറിയാൻ കഴിയും. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ എത്തിപ്പെട്ടതാണ്. ആ സമയത്ത് ചോദിച്ചു, തങ്ങളെ ലക്ഷ്യം എന്താണ്? ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനിപ്പോൾ എല്ലാവരും നമ്മളൊക്കെ ആഗ്രഹിക്കണ സ്വർഗം ആഖിറും പറയും, അതുണ്ട്. പക്ഷെ ഉസ്താദ് ഇവിടെ പറയുന്നത് മഹദീൻ അന്ന് ഇത്ര വളർന്നിട്ടില്ല. ഇത് 2010 14 വർഷം മുമ്പുള്ള യാത്രയാണല്ലോ. അപ്പോൾ അന്ന് പോളിടെക്നിക്ക് വരെ നമ്മളെ സ്ഥാപനം നിലവിൽ വന്നിട്ടില്ല. ആ സമയത്താണ് തങ്ങൾ ഉസ്താദ് പറയുന്നത്, എനിക്ക് എൻ്റെ ആഗ്രഹം മഹദീൻ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആക്കണം, ഒരു വലിയ ടെക്നിക്കൽ പരമായുള്ള അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പോളിടെക്നിക്ക് ആവശ്യമാണ്, എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യമാണ്, മെഡിക്കൽ കോളേജ് ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹം, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് നേരിടുന്ന പ്രയാസങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, അത് ഉണ്ടായാലുള്ള ഗുണങ്ങൾ, ഇതൊക്കെ അങ്ങ് വിശദീകരിച്ചപ്പോൾ വെറും മുതഅല്ലിമീങ്ങളല്ല ഉള്ളത്, വലിയ വലിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരുണ്ട്, അതേപോലെ തന്നെ ഉയർന്ന് ചിന്തിക്കുന്ന എഡ്യൂക്കേറ്റഡായ ആളുകളുണ്ട്. അവരൊക്കെ ഇത് തങ്ങൾ ഉസ്താദ് ഞാൻ മനസ്സിലാക്കുന്നു അന്നായിരിക്കും കൂടുതൽ ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുക. ഉസ്താദിന് ഇത്രത്തോളം കാഴ്ചപ്പാടുകളും ഭൗതികമായുള്ള ഈ ഈ ഈ കാലത്ത് ഇതൊക്കെ ആഖിറത്തിലേക്ക് നമ്മൾ സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ലീഡർഷിപ്പ്, ലീഡർ സംസാരം അന്നായിരിക്കും ഒരു പക്ഷേ ഇത്രത്തോളം ഗൗരവത്തിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അത് ശ്രദ്ധയോടെ കേട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംവിധാനത്തിന് തങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന അത്ര ചെയ്യാമെന്ന് ഡൽഹിയിലെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പലരും വന്ന് അതിന് ശേഷം ഉസ്താദിനോട് പറയുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള, അതേപോലെ തന്നെ ഇനി ബൈത്തുൽ മുഖദ്ദസിൽ, ആ യാത്ര കഴിഞ്ഞ ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ പോയി എല്ലാം കണ്ട് ഒറ്റ നോട്ടത്തിൽ വരുന്ന സമയത്ത് ഒരു കിതാബ് അവിടുന്ന് കിട്ടി. ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തു സഹറിനെ കുറിച്ച് പറയുന്ന ഒരു കിതാബ് ലഭിച്ചു. വന്നു, ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിക്കാനുള്ള നേരമാണ്. ഇനി വൈകുന്നേരം രാത്രിയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത്. ഞാനും ഷെയ്ഖുനി ഒരു റൂമിലാണുള്ളത്. അപ്പം ഞാനിങ്ങനെ കടന്നൊന്ന് ഉറക്കത്തിൽ പെട്ടിട്ടുണ്ട്. ഉസ്താദ് കടന്നിങ്ങനെ വായിക്കാണ്, നല്ല വായിക്കും, വായന യാത്രയിലാണെങ്കിലും നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. പെട്ടെന്ന് ഇതിലുള്ള ഒരു ഭാഗം കണ്ട ഉടനെ എണീറ്റ് ഡ്രസ്സ് ഇടുകയാണ്. അപ്പം ഞാൻ ഞെട്ടിയിരുന്നു, എന്താ ഉസ്താദെ കുറച്ച്
അല്ല നമുക്കിപ്പോൾ പോകണം. എവിടേക്ക്? ബൈത്തുൽ മുഖദ്ദസ്. സുബ്ഹാനല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസ് കയറണമെങ്കിൽ ഈ ഇപ്പോഴുള്ള അവസ്ഥ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന നരനായാട്ട് എല്ലാവർക്കും അറിയാലോ. ഇതിൻ്റെ അലയൊലികൾ ആദ്യത്തിലുണ്ട്. അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ ഫലസ്തീനികളുടെ മുസ്ലിങ്ങളുടെ കയ്യിലാണെങ്കിലും ആര് കയറണം, എങ്ങനെ കയറണം എന്ന് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇസ്രായേലിയരാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നോക്കി എനിക്ക് ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾ കണ്ടോ, ഈ കിതാബിൽ കണ്ടില്ലേ ഖുബ്ബത്തു സഹറിൻ്റെ മഹത്വം കണ്ടോ? ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ പോകണം. നമ്മളും ഡ്രസ്സ് ഇട്ടു, കൂടെ അറിയുന്ന ഒരാളെയും കൂട്ടി അൽഹംദുലില്ലാഹ് അവിടെ പോയി. അസറിന് അവിടെ എത്തി. ആ ഇരുത്ത ഇഷ വരെ അവിടെ ഇരുന്നു. ഇഷ വരെ ആ ഇരുത്തം ആ സ്ഥലത്ത് ഖുബ്ബത്തു സഹറ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് ഉയർത്തിയ ഇമാമിയങ്ങൾ, എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി നിന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന സ്ഥലം, അവിടുന്ന് ആകാശ ലോകത്തേക്ക് ആ സ്ഥലത്തിൽ ആ മസ്ജിദ് ഖുബ്ബത്തു സഹറയിൽ അടിയിൽ ഇറങ്ങി അവിടെ ആ ഇരുന്ന് ദ്വാരന്ന് കുറച്ച് നേരമൊക്കെ അത് വേർന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും ഉസ്താദ് ആ ഇരുത്തം ഇഷ വരെ അങ്ങ് ഇരുന്ന് ദുആ ചെയ്തു. നമ്മളും കുറേയൊക്കെ കൂടി എന്നുള്ളൊരു സന്തോഷം. ഇതാണ്, ഇങ്ങനത്തെ ആളുകളെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടി, അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കാഴ്ചയല്ല, ഇതൊക്കെ ആഖിറത്തിലെ എത്തിക്കുന്നതാണെന്ന ഒരു ചിന്ത ഉണ്ടാക്കും. അങ്ങനെ യാത്ര ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഉസ്താദിനുള്ള ഈ തിരക്ക് കാരണം പലതും നടക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല ആഫിയത്ത് തന്ന് ഇനി നമുക്കൊക്കെ ഒന്നിച്ച് പല യാത്രകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്ര ഏത്, എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊക്കെ ഒന്ന്. ഉസ്താദിൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. ഉസ്താദിന് അങ്ങനെ രാജ്യങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് ഗസ്റ്റായിട്ട് ഇപ്പോൾ അറിയാലോ 500 ആളുകളിൽ, ലോകത്ത് അറിയപ്പെട്ട 500 ആളുകളിൽ കടന്നുകൂടിയ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ രാജ്യങ്ങൾ അവിടുത്തെ വേൾഡ് ഇസ്ലാമിക് കോൺഫറൻസുകളിൽ മറ്റും ക്ഷണിതാവായി ക്ഷണിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് നമ്മളെ യാത്രക്ക് പലതും കിട്ടാത്തൊരു സാഹചര്യമാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് മകനുണ്ട് അഹമ്മദുൽ കബീർ, അദനി ബുഖാരി, അതുപോലെ മറ്റു സാദാത്തുക്കൾ ആലിമീങ്ങൾ, അവിടെ കൂടിയൊക്കെ മഹദിന് യാത്ര ഇൻഷാ അല്ലാഹ് തുടരും. ഈ യാത്രകൾക്ക് മഹദിന് പേര് വെച്ചത് തന്നെ നോളേജ് ഹണ്ട് എന്നാണ്. നോളേജ് ഹണ്ട്, വിജ്ഞാന വേട്ട. അതുകൊണ്ട് വിജ്ഞാനം തേടിക്കൊണ്ടുള്ള യാത്ര മൊറോക്കോയിലേക്ക് അടുത്ത് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇറാഖിലേക്ക് പലതവണ പോയതാണ്, ഇനിയും പോകണം. അതുപോലെ ഉസ്ബെക്കിസ്ഥാന്, അതുപോലെ യൂറോപ്പിലേക്ക് ഇൻഷാ അല്ലാഹ് അവിടെയുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇൻഷാ അല്ലാഹ് വഴികളൊക്കെ തുറന്നു തരികയാണെങ്കിൽ നമുക്ക് ഇനിയും പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയും നേരം ഉസ്താദിൻ്റെ കൂടെ ദീർഘനേരമുള്ളൊരു സംഭാഷണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ കൂടെ ഒരു യാത്രയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു അനുഭൂതിയുടെ ഒരു പകുതിയോളം കിട്ടിയത്. ഉസ്താദിൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യാൻ എനിക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല മെസ്സേജുകളുമായി വരാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.